നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട്, അവരെയും കൂടി അതിനായി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു മഹാദുരന്തമാണ് സംഭവിച്ചത്. ഈ ദുരന്തത്തിൽ നിന്ന് വേറൊരു ദുരന്തത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ്. അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാവരും സഹകരിക്കണം. അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം, അവിടെ ആളുകൾ തടിച്ചുകൂടൽ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം. ഇപ്പോൾ യോഗത്തിൽ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വന്നൊരു നിർദ്ദേശം, ഈ ബോഡി തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ചെല്ലുമല്ലോ, അവിടെയും അനാവശ്യമായിട്ട് ആളുകൾ തള്ളിക്കയറുകയാണ്. അപ്പോൾ അവിടെ ബന്ധുക്കളായിട്ടുള്ളവർ പോയി കാണുക എന്നല്ലാതെ മറ്റുള്ളവർ തള്ളിക്കയറി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണം പൊതുവേ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർ മാത്രമല്ല, ധാരാളം വീട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന ദുരന്തമുണ്ട്. അതും കൃത്യമായി സംസ്കരിക്കാനാവണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ ഒരു 12ഓളം മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങളതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ റവന്യൂ മിനിസ്റ്റർ, നമ്മുടെ വനം വകുപ്പ് മന്ത്രി, PWD ടൂറിസം മന്ത്രി, SC/ST മന്ത്രി, ഇങ്ങനെ 4 മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ തുറന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട്. അതോടൊപ്പം ഇപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാംബശിവറാവു IAS ചുമതലയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തുടരും. കൗശികൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായവും ഇവിടെ തുടരുന്നതാണ്. ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു. ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്.